സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു ചാർട്ട് സെറ്റ് ചെയ്യുന്ന കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ഇന്ന് ചെയ്യുന്നത്. അപ്പം ചാർട്ട് എന്താണ് ഇത്ര ഇമ്പോർട്ടൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ണ് ശരിക്കും നല്ല സീനാകും. ഇങ്ങനെ ഒരു ചാർട്ട്, ഈ ഒരു വൈറ്റ് കളർ ചാർട്ടിൽ കുറേ നേരം ഇരുന്ന് വർക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ചാർട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ കുറേ നേരം ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ കണ്ണിന് നല്ല പ്രശ്നം വരും. അപ്പോൾ അത് വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ഡാർക്ക് മോഡിലേക്ക് ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ അത് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ മാറ്റി വെച്ചിട്ട് നിങ്ങൾ ഡാർക്ക് മോഡിലേക്ക് ചേഞ്ച് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത് പറ്റുന്നില്ല, ഡാർക്ക് മോഡിലേക്ക് ചേഞ്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ, ഞാൻ യൂസ് ചെയ്യുന്നത് ഡാർക്ക് മോഡാണ്. ജസ്റ്റ് ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യുക, അതിന് ശേഷം ഡാർക്ക് മോഡ് എനേബിൾ ആക്കുക. ഓക്കെ, സെറ്റ്. അപ്പോൾ ഇത്രേ ഉള്ളൂ, ഡാർക്ക് മോഡ് എനേബിൾ ആക്കി. ഇതിൻ്റെ മെയിൻ റീസൺ ഒന്ന് കണ്ണ് പോകാതിരിക്കാൻ. രണ്ടാമത്തെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഈ ഒരു ഇത് കണ്ടില്ലേ, ഈ ഒരു ക്യാൻഡിൽ കണ്ടില്ലേ, ഈ ഒരു ക്യാൻഡിൽ കളറിനകത്ത് ചെറിയൊരു പ്രശ്നമുണ്ട്. ചിലർക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. ഓക്കെ, എനിക്കത് എന്തായാലും ആ പ്രശ്നം ഫസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ട്രേഡ് എടുക്കുമ്പോൾ ഈ ഒരു റെഡ് ക്യാൻഡിൽ കണ്ടില്ലേ, ഈ ഒരു റെഡ് ക്യാൻഡിൽ സ്റ്റോപ്പ് ലോസ് അടിക്കാൻ വേണ്ടി, അതായത് നമ്മൾ ബൈ ചെയ്യുന്ന ടൈമിൽ റെഡ് ക്യാൻഡിൽ വന്നിട്ട് സ്റ്റോപ്പ് ലോസ് അടിക്കാൻ വേണ്ടി പോകുമ്പോൾ, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടിക്കുമ്പോഴൊക്കെ ഭയങ്കര ആൻസൈറ്റി ഭയങ്കരമായിട്ട് കൂടും റെഡ് ക്യാൻഡിൽ. അതാണ് മെയിൻ പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു റെഡ് ക്യാൻഡിലിൻ്റെ കളർ റെഡിൽ നിന്ന് ചേഞ്ച് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ നോർമലി സ്റ്റോക്ക് മാർക്കറ്റ് നോക്കുവാണെങ്കിൽ, മാർക്കറ്റിൽ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് റെഡ് ആൻഡ് ഗ്രീൻ കോംബോ ആണ് കാണാൻ പറ്റും. അത് കുറച്ചും കൂടി ഒരു സൈക്കോളജി അഫക്റ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കാര്യമാണ്, ഞാൻ പേഴ്സണൽ കാര്യമാണ് പറയുന്നത്. നിങ്ങൾക്ക് അങ്ങനെ അഫക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഈ ഒരു ക്യാൻഡിൻ്റെ കളർ ഞാൻ ചേഞ്ച് ചെയ്യാനായിട്ട് പോകണം. അപ്പോൾ അതെങ്ങനെയാണ് ചേഞ്ച് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതാണ്. എൻ്റെ ചാർട്ട് വേറെയാണ്. അപ്പോൾ അതിൽ ഞാൻ ബ്ലാക്ക് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അത് കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ക്യാൻഡിലിൻ്റെ കളർ ഫസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ക്യാൻഡിലിൻ്റെ കളർ ചേഞ്ച് ചെയ്യണം. ഇതാണ് ക്യാൻഡിലിൻ്റെ ആ ഒരു ഐക്കൺ. അപ്പോൾ ഇതിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ക്യാൻഡിൽ ഓണും ഓഫും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു സെറ്റിംഗ്സ് എടുത്ത് കഴിഞ്ഞിട്ട് 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിംഗ്സിലേക്ക് പോവുക. സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞിട്ട് ഞാൻ ബേസിക്കലി സെറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അതായത് ഈ ഒരു റെഡ് കൊടുത്തിരിക്കുന്നത് ഫുള്ള് വൈറ്റ് കൊടുക്കുക. ഓക്കെ, സെറ്റ് ചെയ്ത് അപ്പോൾ അത്രയും സെറ്റ് ചെയ്യണം. ബാക്കി ഇതൊന്നും ചെയ്യേണ്ട. ഇത് റെഡ് കൊടുത്തിരിക്കുന്നത് ഫുള്ള് വൈറ്റ് കൊടുക്കുക. പിന്നെ ഈ ഒരു ഗ്രീൻ കളർ കാണാൻ കുറച്ച് ഒരു ഇതുപോലെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ചേഞ്ച് ചെയ്യാൻ പോവാണ്. അത് ഞാൻ നോർമൽ ഗ്രീനിലേക്ക് മാറ്റാൻ പോവാണ്. ഓക്കെ, സെറ്റ്. അപ്പോൾ അത്രേ ഉള്ളൂ, ആ ഒരു കാര്യം അവിടെ തീർന്നു. നമുക്ക് ക്ലീൻ ആയിട്ട് നമ്മുടെ ഈ ഒരു ചാർട്ടിൻ്റെ ക്യാൻഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കുറേ കാര്യങ്ങളുണ്ട്, നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോകാം. ഇനി നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ ഗ്രിഡ് ലൈൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രിഡ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രിഡ് അവിടെ വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഗ്രിഡ് മാറ്റുന്നതായിരിക്കും നല്ലത്. കാരണം കുറച്ചും കൂടി ക്ലിയർ കട്ട് നമുക്ക് ചാർട്ട് കിട്ടും. പിന്നെ വേറൊരു കാര്യം ഞാൻ വിട്ടുപോയത് ഞാൻ പറയാം. അതായത് ഡീഫോൾട്ടായിട്ട് നമുക്ക് ഈ ഒരു വോളിയത്തിൻ്റെ സിമ്പിൾ, വോളിയത്തിൻ്റെ ഇൻഡിക്കേറ്റർ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, വോളിയം ഇൻഡിക്കേറ്റർ ഡീഫോൾട്ടായിട്ട് നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ ഞാൻ വോളിയത്തിൻ്റെ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യാറില്ല. ചില ടൈമിൽ വല്ലപ്പോഴും യൂസ് ചെയ്തെങ്കിലും ഉള്ളൂ. ഞാൻ അങ്ങനെ വോളിയം യൂസ് ചെയ്യാറില്ല. വോളിയം യൂസ് ചെയ്ത് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ വോളിയം എനേബിൾ ആക്കി ഇടാം. എനിക്ക് മാക്സിമം ചാർട്ടാണ് മുഖ്യം, ചാർട്ടാണ് ഇമ്പോർട്ടൻറ്റ്. സോ അതുകൊണ്ട് ഞാൻ മാക്സിമം ചാർട്ട് എപ്പോഴും വിസിബിൾ ആകുന്ന രീതിയിൽ ഞാൻ സെറ്റ് ചെയ്ത് വെക്കാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഈ താഴെ മുകളിലായിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. ഫുൾ ആൻഡ് ഫുൾ നമ്മൾ ചാർട്ട് നോക്കിയിട്ട് നമുക്കതാണ് ഇമ്പോർട്ടൻറ്റ്. SMC യൂസ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫുൾ ചാർട്ടാണ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതുകൊണ്ട് ഇൻഡിക്കേറ്റർ മാക്സിമം അവോയ്ഡ് ചെയ്തിട്ട് നിങ്ങൾ ചാർട്ട് നോക്കി തന്നെ ട്രേഡ് എടുക്കാൻ നോക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു വോളിയത്തിൻ്റെ ആ ഒരു ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്തിടാൻ പോവാണ്. നിങ്ങൾ വോളിയം യൂസ് ചെയ്യും, വോളിയം നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് ആണെങ്കിൽ നിങ്ങൾക്ക് ഓഫ് ചെയ്യണ്ട. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഗ്രിഡ് ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ഗ്രിഡ് ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മിസ്ഡ് ആണ്. അപ്പം ഓർഡർ ബ്ലോക്ക് കാര്യങ്ങൾ അതിൽ അഫക്റ്റ് ചെയ്യത്തില്ല. പക്ഷേ നമ്മളത് മാർക്ക് ചെയ്യുമ്പം എനിക്ക് ചെറുതായിട്ട് അതൊരു ഇറിറ്റേഷൻ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് നമുക്കൊന്ന് മാറ്റാം. അപ്പോൾ അത് മാറ്റാൻ വേണ്ടി ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് സെറ്റിംഗ്സിലേക്ക് പോവുക. അവിടുന്ന് ട്രേഡിങ്ങിൽ അപ്പിയറൻസിലേക്ക് പോവുക. അപ്പിയറൻസിൽ ഇവിടെ ഈ ഓൾറെഡി കിടക്കുന്ന സാധനം അതവിടെ കിടന്നോട്ടെ, നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യേണ്ട. നമുക്ക് ആ ഗ്രിഡ് മാത്രം മാറ്റിയാൽ മതി. ഓക്കെ, ഗ്രിഡ് ലൈൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതാണ് ആ ഗ്രിഡ് ലൈൻ. നമ്മൾ ആ ഒപ്പാസിറ്റി ജസ്റ്റ് ഒന്ന് 0 ആക്കി കൊടുക്കുക. ഓക്കെ, ഗ്രിഡിൻ്റെ നമ്മൾ ഒപ്പാസിറ്റി 0 ആക്കി കൊടുത്ത് ഓക്കെ കൊടുത്തു, സെറ്റ്. അപ്പം ക്ലീൻ ചാർട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് നമ്മുടെ മൈൻഡും കൂടി കുറച്ചൊന്ന് സെറ്റ് ആവും. ക്യാൻഡിലിൻ്റെ പോലെ നമുക്ക് മൈൻഡ് കുറച്ചൊന്ന് റിലാക്സ് ആവുന്നു, എനിക്ക് അങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനി നമുക്ക് അത് വേറെ സെറ്റിംഗ് ഉണ്ട്. അതായത് നമുക്കിവിടെ 3 ഡോട്ടിൽ ഞാനിത് ഫുൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ട്രേഡിംഗ് ഒക്കെ അറിയാമെന്നുണ്ടെങ്കിൽ കളിയാക്കരുത്. ഓക്കെ, നമുക്കിവിടെ റൈറ്റ് കോർണറിൽ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ആയിട്ട് ഈ ഒരു ഓപ്ഷൻ ഉണ്ട്, ഈ സൂം ഇൻ സൂം ഔട്ട് ഓപ്ഷൻ ഉണ്ട്. അപ്പം ഈ ഒരു ഓപ്ഷൻ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചാർട്ട് എപ്പോഴും ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അതുകൊണ്ട് ചാർട്ട് എത്ര വലിപ്പത്തിൽ കാണാൻ പറ്റുന്നോ അത്രയ്ക്ക് നല്ലതാണ് നമുക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് മാക്സിമം യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇതിനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക്, ചെറിയൊരു പ്രശ്നം, ചെറിയൊരു കോൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നമ്മൾ സൂം ഔട്ട് ചെയ്യുന്നതോറും നമുക്ക് കാണാനുള്ള, അതായത് എൻട്രി എടുത്ത് കഴിയുമ്പോൾ സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് നമ്മൾ നോക്കണമല്ലോ. അപ്പോൾ അതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. പിന്നെ നമ്മൾ ഈ ടൈപ്പ് ചെയ്യുന്ന ഈ ടെക്സ്റ്റൊക്കെ കാണാൻ പാടുണ്ട്, പ്രൈസിൻ്റെ ഈ ലെവൽസൊക്കെ കാണാൻ പാടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇത് ഡീഫോൾട്ടായിട്ട് ഇടുക, അല്ലെങ്കിൽ കുറച്ച് സൂം ചെയ്തിടാം.
ഞാനിത് 90 അല്ലെങ്കിൽ 80, 70 ഒക്കെ വെച്ചിട്ടാണ് ഞാൻ നോക്കുന്നത് മാക്സിമം. ഞാൻ ഇപ്പം 90 വെക്കാം. ഓക്കെ, 90% ചെയ്യണം. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മൾ അതൊന്ന് സെറ്റ് ചെയ്തു. പിന്നെ വേറെ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഫുൾ ചാർട്ട് ഫുൾ നമുക്കിങ്ങനെ ട്രേഡിംഗ് വ്യൂവിനകത്ത് നമ്മൾക്ക് കിട്ടും. ഓക്കെ, പിന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇവിടെ ഈ സൈഡിൽ കിട്ടുന്ന ടൂളൊന്നും നമുക്ക് ഇവിടെ കിട്ടത്തില്ല. അപ്പോൾ അതിന് നമുക്ക് ആ ഒരു ടൂള് എപ്പോഴും ഫേവറേറ്റ് ലിസ്റ്റിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ നമുക്ക് ഇതൊക്കെ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഈ സംഭവം അതായത് മനസ്സിലായില്ല, അതിന് 50യുടെ ചാർട്ടാണിത്. ഇനി നമുക്ക് അടുത്ത കാര്യം നമുക്ക് നോക്കാം. അതായത് ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, നിങ്ങളിത് അറിഞ്ഞിരിക്കണം. അപ്പോൾ അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന അടുത്ത വീഡിയോസിൽ പറയുന്നതായിരുന്നു എനിക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു വീഡിയോ പ്രത്യേകം ഇത് ചാർട്ടിന് വേണ്ടി ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ വേറെ സംഭവം, ഇത് നിഫ്റ്റിയുടെ ചാർട്ടാണ്. അതേപോലെ നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇത് കണ്ടില്ല, കുറേ ഗ്യാപ്പ് ഉണ്ട്. പിന്നെ ഈ ചാർട്ടൊന്നും അത്ര ക്ലിയർ അല്ല. അപ്പോൾ ഇങ്ങനത്തെ ചാർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനത്തെ ചാർട്ടിൽ നമ്മൾ മാർക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ലെവൽസ് മാർക്ക് ചെയ്യുക. അതേപോലെ നമ്മൾ ചാർട്ട് അനലൈസ് ചെയ്യാൻ നേരത്ത് ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനത്തെ ചാർട്ട്, ഇങ്ങനെ ബെസ്റ്റ് ആയിട്ടുള്ള ചാർട്ട്. അപ്പോൾ നമുക്കതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്ററാണ്. ഓക്കെ, നോ ഗ്യാപ്പ് ക്യാൻഡിൽ എന്ന് പറയുന്ന ഇൻഡിക്കേറ്ററാണ് ഞാൻ അതിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് സ്റ്റാർ ചെയ്ത് വെക്കുക. അതിനുശേഷം അത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ഇൻഡിക്കേറ്ററൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആകെ ഇതൊക്കെ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. ഞാൻ അല്ലാതെ ഇൻഡിക്കേറ്റർ നോക്കി ട്രേഡ് എടുക്കാറില്ല. നിങ്ങൾക്ക് അത് ഇൻഡിക്കേറ്റർ ഒരു കൺഫർമേഷനായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഇൻഡിക്കേറ്ററെ തൊട്ട് പോകരുത്, കാരണം ഇൻഡിക്കേറ്റർ നമുക്ക് പണി വരും. സെറ്റിംഗ്സ് എടുക്കുക, ഇത് നോ ഗ്യാപ്പ് ക്യാൻഡലിൻ്റെ സെറ്റിംഗ്സ് എടുക്കുക, സ്റ്റൈലിൽ പോവുക, നേരെ പഴയ സെറ്റിംഗ്സ് തന്നെ സെറ്റ് ചെയ്യുക. ഇതിപ്പം നോ ഗ്യാപ്പ് ക്യാൻഡലായപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഗ്യാപ്പൊക്കെ ഫില്ലായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി കാണും, ഗ്യാപ്പിൻ്റെ ആ ഭാഗത്ത് ഫുള്ള് നമുക്ക് FVG ക്യാൻഡലാണ് കാണാൻ പറ്റുന്നത്. അപ്പം അതാണ് ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റിനകത്ത് ഗ്യാപ്പ് എപ്പോഴും FVG ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്കൊന്ന് കളർ സെറ്റ് ചെയ്യാം. ഫസ്റ്റ് ഈ ഒരു പച്ച കൊടുത്തിരിക്കുന്നത് നോർമൽ ഗ്രീൻ കൊടുക്കുക, കടും വെച്ചത് നോർമൽ ഗ്രീൻ കൊടുക്കുക. അതിനുശേഷം നമ്മൾ ബാക്കിയെല്ലാം വൈറ്റ് ആക്കി കൊടുക്കുക. ഗ്രീൻ, നോർമൽ, വൈറ്റ്. ഓക്കെ, അങ്ങനെ നമ്മൾ നോ ഗ്യാപ്പ് ക്യാൻഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നോ ഗ്യാപ്പ് ക്യാൻഡിൽ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പഴയ ക്യാൻഡിൽ കാണാൻ പറ്റും. ഈ ഒരു രണ്ട് ക്യാൻഡിൽ, അതായത് നോ ഗ്യാപ്പ് ക്യാൻഡിലും സാധാ ക്യാൻഡിലും ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ അത് കുറച്ച് കണ്ടില്ലേ, അതിനകത്ത് മാറ്റം കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോ ഗ്യാപ്പ് ക്യാൻഡിൽ എനേബിൾ ആക്കി ഇടുമ്പോൾ നമ്മൾ നോർമൽ ക്യാൻഡിൽ ഓഫ് ആക്കിയിടാൻ നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ നമുക്കതിനകത്ത് കുറച്ച് ടൂളുകളുണ്ട്. അപ്പോൾ ആ ടൂളൊന്ന് നമുക്ക് സൂം ഔട്ട് ചെയ്യും. ഓക്കെ, ഇനി നമുക്കതിനകത്ത് കുറച്ച് ടൂളുണ്ട്. ആ ടൂൾ നമുക്ക് എപ്പോഴും ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ടൂളുണ്ട്. അത് നിങ്ങൾ സ്റ്റാർ ചെയ്ത് വെക്കുക, കുറച്ച് എളുപ്പമായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ട്രെൻഡ് ലൈൻ ഒന്ന് സ്റ്റാർ ചെയ്ത് വെക്കുക. സ്റ്റാർ ചെയ്ത് വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ വരും, കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഓക്കെ, ട്രെൻഡ് ലൈന്, ഹൊറിസോണ്ടൽ ലൈന്, പിന്നെ ഈ സംഭവം, പിന്നെ വെർട്ടിക്കൽ ലൈൻ ഒന്നും വേണ്ട, വേറെ സാധനമൊന്നും വേണ്ട. പിന്നെ അതിൻ്റെ തൊട്ട് താഴെയുള്ള സാധനം ഇത് നമ്മുടെ ഫിബാണ്. ഫിബ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫിബ് യൂസ് ചെയ്യണം എന്തായാലും. പക്ഷേ ഫിബിൻ്റെ സെറ്റിങ്സ് ഒന്ന് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. സെറ്റിങ്സ് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് നമുക്ക് ഈ ഫിബ് വേണം. ഫിബ് ഒന്ന് സ്റ്റാർ ചെയ്ത് വെക്കുക. അതിനുശേഷം താഴേക്ക് വരാം. ഇവിടെ കണ്ടോ GANN ആ സംഭവം, ആ ബോക്സ് നമ്മളൊന്ന് സ്റ്റാർ ചെയ്ത് കൊടുക്കുക. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഈ മാർക്ക് ചെയ്ത സാധനമൊക്കെ എന്തായാലും നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. SMCയിൽ നമ്മൾ ചാർട്ട് അനലൈസ് ചെയ്യുമ്പോൾ ഈ സാധനം എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്കത് വേണം. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഈ സെപ്പറേറ്റ് ഈ ഒരു വീഡിയോ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, വേറെ ഒന്നും ഇതിനകത്തൊന്നും വേണ്ട. നമുക്ക് അടുത്തതിനകത്തോട്ട് പോകും. ഓക്കെ, ഇതിനകത്ത് ബ്രഷ് ടൂൾ ഞാൻ യൂസ് ചെയ്യാറില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റാർ ചെയ്ത് വെക്കുക. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. റെക്റ്റാങ്കിൾ ടൂള്, പിന്നെ സർക്കിൾ ടൂള്, പിന്നെ പാത്ത്, പിന്നെ ഇതിനകത്ത് വേറെ ഒന്നും വേണ്ട. ഇനി നമ്മൾ ടെക്സ്റ്റ് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. കാര്യം നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുന്ന ഈ ഒരു സപ്ലൈ, ഡിമാൻഡ്, ഓർഡർ ബ്ലോക്ക്, FVG ഇതൊക്കെ മാർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഹയർ ടൈം ഫ്രെയിമിൽ പോയിട്ട് നമ്മൾ ചാർട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ലോവർ ടൈം ഫ്രെയിം ചേഞ്ച് ചെയ്ത് ലോവർ ടൈം ഫ്രെയിമിലേക്ക് വരുമ്പം നമ്മൾ മാർക്ക് ചെയ്ത ഈ ഒരു FVG ആണെങ്കിലും അതേപോലെ സപ്ലൈ ആൻഡ് ഡിമാൻഡ് ആണെങ്കിലും ഒന്നും നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ടെക്സ്റ്റിൻ്റെ ടൂൾ മാർക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് അതവിടെ ടെക്സ്റ്റ് എഴുതി വെക്കുകയാണെങ്കിൽ മനസ്സിലാകും കറക്റ്റായിട്ട്. അത്രേ ഉള്ളൂ. വേണമെങ്കിൽ നിങ്ങളത് മാർക്ക് ചെയ്ത് വെക്കുക, യൂസ് ചെയ്യുക. ഓക്കെ, പിന്നെ അതിൻ്റെ താഴെ ഇത് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ലോങ് പൊസിഷനും ഷോർട്ട് പൊസിഷൻ അത് രണ്ടും വേണം. പിന്നെ ഡേറ്റ് റേഞ്ച് വേണ്ട, പക്ഷേ പ്രൈസ് റേഞ്ച് വേണം. ഡേറ്റ് ആൻഡ് പ്രൈസ് അതും കൂടി കിടക്കട്ടെ. പിന്നെ വേറെ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് സ്റ്റാർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇതിനകത്ത് സംഭവം ഉണ്ട്. ഇതിനകത്ത് ഒരു റൗണ്ട്, ഈ ഒരു റൗണ്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതില്ല, അത്രേ ഉള്ളൂ. നമ്മൾ ആ ഒരു റൗണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ റൗണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് ഓപ്പോസിറ്റും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇത്തരം കാര്യങ്ങളേ ഉള്ളൂ നമ്മൾ ചാർട്ടിനകത്ത് ചെയ്യാനുള്ളത്. ഈ സാധനങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണം. പിന്നെ വേറെ സാധനം കൂടി വേണമായിരുന്നു. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇറേസർ, ഈ ഒരു ഇതും കൂടി വേണം. കാരണം പെട്ടെന്ന് നമ്മൾ കുറേ ചാർട്ടൊക്കെ ഇങ്ങനെയൊക്കെ വരച്ച് കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് വേറെ സംഭവം കൂടി ഉണ്ട്. ഈ സാധനം ഇതൊന്ന് എനേബിൾ ആക്കി ഇടുക. ഈ സംഭവം പെൻസിൽ ഐക്കൺ, അതിൻ്റെ അടുത്തൊരു ലോക്കിൻ്റെ ചിഹ്നം, അതൊന്ന് എനേബിൾ ആക്കി ഇടുക. കാരണം ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് വരയ്ക്കാൻ പറ്റും. അല്ലെങ്കിൽ ഓരോ പ്രാവശ്യം നമ്മൾ അവിടെ പോയി ആ ടൂൾ എടുക്കേണ്ടി വരും. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിങ്ങനെ വരച്ചിട്ട് ഇതിങ്ങനെ കുറേ കുളമാക്കി കിടക്കുകയാണെങ്കിൽ നമ്മൾ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് റിമൂവ് ഡ്രോയിങ്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഫുള്ള് പോകും. ഓക്കെ, പിന്നെ നമുക്ക് വേറെ സംഭവം, അതിപ്പോൾ ഫുള്ള് പോയി. അപ്പോൾ നമുക്ക് ഈ ഒരു ഫുള്ള് സാധനം കളയണ്ട. ഈ ലെവലെല്ലാം മാർക്ക് ചെയ്ത് അതിനകത്ത് ചില സാധനങ്ങൾ കളഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം, ഈ ഒരു എറൈസർ ടൂൾ എടുത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് കളയും.
അപ്പോൾ ഇങ്ങനെ മൊത്തം പോയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ കണ്ടോ ഈ ഒരു ഐക്കൺ, ഈ ഒരു ആരോ മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അൺഡു ചെയ്ത സാധനം അൺഡു ആയിട്ട് കിട്ടും. അപ്പോൾ അത്രേ ഉള്ളൂ. കുറച്ച് അത്യാവശ്യം കാര്യങ്ങളാണ്, ഒന്ന് ഓർത്ത് വെക്കുക, പറ്റും, നിങ്ങളെ കൊണ്ട് പറ്റും. പിന്നെ വേറെന്താ, പിന്നെ വേറെ സംഭവം, അതായത് ഇവിടെ ഇത് കണ്ടോ, ഇവിടെ നമുക്ക് നമുക്കിവിടെ ഡെയിലി നമുക്ക് ഇത് കണ്ടോ, ഈ ഒരു ഡി ഐക്കൺ ചിഹ്നം കണ്ടോ, അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാണ് നമ്മുടെ ടൈം ഫ്രെയിം, ഇവിടെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ടൈം ഫ്രെയിം, ഇമ്പോർട്ടൻറ്റ് ടൈം ഫ്രെയിം ഞാൻ യൂസ് ചെയ്യുന്നത് ഡെയിലി ടൈം ഫ്രെയിം വേണം. പിന്നെ വീക്ക്ലി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എടുക്കാം, നല്ലതാണ്. പക്ഷേ അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ലോങ് ടൈമിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ അത് യൂസ് ചെയ്യാം. എനിക്കത് വേണ്ട, ഓക്കെ, തൽക്കാലം. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ സ്റ്റാർ ചെയ്ത് വെക്കണം കേട്ടോ. സ്റ്റാർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിപ്പോൾ എടുത്ത് പറഞ്ഞിരുന്നത്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആണ് 4 hour, 2 hour, 1 hour. ഇത് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. ചിലവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 day 4 hour, 1 hour, പിന്നെ ഇമ്പോർട്ടൻറ്റ് 30 minute. ഇപ്പം നമ്മൾ ഓരോ ടൈം ഫ്രെയിം നമ്മൾ മാറി നോക്കുമ്പോൾ അത്രയ്ക്ക് ചാർട്ട് കോംപ്ലിക്കേറ്റഡ് ആകും. അപ്പം അങ്ങനെ ആകാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഫിക്സഡ് ആയിട്ടുള്ള ടൈം ഫ്രെയിം യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ആദ്യമേ കുറച്ച് ടൈം ഫ്രെയിം മാറ്റി ട്രേഡ് ചെയ്ത് പഠിക്കുക. എന്നിട്ട് അതിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സക്സസ് റേറ്റ് കിട്ടുന്ന ടൈം ഫ്രെയിം നോക്കിയിട്ട് ട്രേഡ് എടുക്കുക. അതിൽ വീണ്ടും ട്രേഡ് എടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ അത് ബാക്കി നിങ്ങൾ അത് യൂസ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ചിലവർ ഇതിനകത്തുനിന്ന് 4 hour, 30 minute, 50 minute, 5 minute അങ്ങനെ സെലക്റ്റീവായിട്ട് വളരെ കുറച്ച് ടൈം ഫ്രെയിം മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ, 90%. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മൾ അത് ചെയ്തു. ഞാൻ ഈ ട്രേഡിംഗ് വ്യൂ പ്ലാറ്റ്ഫോം എടുക്കാൻ പറഞ്ഞിരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ട്രേഡിംഗ് വ്യൂ പ്ലാറ്റ്ഫോം എടുക്കാൻ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം. ഈ ഒരു പ്ലാറ്റ്ഫോം ട്രേഡ് ചെയ്യുന്നതിൻ്റെ ഈ ഒരു പ്ലാറ്റ്ഫോം എടുക്കുന്നതിന് മിക്ക ആൾക്കാർക്ക് അറിയാൻ തോന്നുന്നു. അറിയത്തില്ല, ഞാൻ ലിങ്ക് താഴെ കൊടുക്കും. ഓക്കെ, പിന്നെ വേറെ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഭവം കണ്ടില്ല, ഈ ഒരു ഗ്രിഡ് ലൈൻ്റെ ഈ സംഭവം കണ്ടില്ല, ഇത് നമ്മൾ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സെറ്റിംഗ്സ് ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തു. ഓക്കെ, ഇതാണ് അതിൻ്റെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ്. അതിൻ്റെ താഴെയായിട്ട് നമുക്ക് ഇത് കണ്ടില്ല, ഈ ഒരു സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് താഴെ ടെംപ്ലേറ്റ് ഉണ്ട്. ടെംപ്ലേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് സേവ് ആസ് കൊടുക്കണം. സേവ് ആസ് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ചെയ്ത് വെക്കാം. ഓക്കെ, ഞാനിവിടെ കൊടുക്കുകയാണ്. ഓക്കെ, സേവായി. വരച്ച് കഴിയുമ്പോൾ ഇങ്ങനെ വരും. ഫസ്റ്റ് വരച്ച് കഴിയുമ്പോൾ ഇങ്ങനെ സേവ് ആക്കി കഴിഞ്ഞിട്ട് ഫസ്റ്റ് വരച്ച് കഴിയുമ്പോൾ ഇങ്ങനെ വരും. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇതുണ്ട്, ഈ ഒരു ബോക്സ് ഉണ്ട്. ഈ ഒരു ബോക്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ വരും. ഇവിടെ നമ്മൾ SMC01 ക്ലിക്ക് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് സംഭവം സെറ്റായി. പിന്നെ നമുക്ക് വേറെ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. പിന്നെ നമ്മളത് ക്ലിക്ക് ചെയ്യുമ്പം ഓട്ടോമാറ്റിക് സാധനം വന്നോളൂ, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ 2 hourലേക്ക് വരുന്നു. ഡെയിലി മാറ്റി 2 hourലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര വലുതായി. നമ്മൾ മാർക്ക് ചെയ്ത സാധനം കണ്ടില്ല, എത്ര വലുതായി, ചാർട്ട് എത്ര ഇതായെന്ന് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, 1 hour വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ സംഭവം കണ്ടില്ല, എന്തേരെ വലുതാന്ന് കണ്ടില്ല. ഇനി നമ്മൾ ഈ ഒരു 1 hour വന്നിട്ട് നമ്മൾ വീണ്ടും ഈ സംഭവം വീണ്ടും ബ്രേക്ക് ഡൗൺ ചെയ്ത് വരാൻ പോവാണ്. ഈ ഒരു സ്ട്രൈറ്റ് ലൈൻ വരണമെന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്യണം. പിന്നെ കറക്റ്റ് ഈ ഒരു ക്യാൻഡിലെ പോയി ഒട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മാഗ്നറ്റിൻ്റെ ഐക്കൺ എനേബിൾ ചെയ്യണം. പിന്നെ ഈ പെന്നിൻ്റെ ഐക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുന്നോടം വരെ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഈ ഒരു സംഭവം എത്ര പ്രാവശ്യം നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന അത്രയും പ്രാവശ്യം അത് വന്നുകൊണ്ടിരിക്കും. ലെഫ്റ്റ് ക്ലിക്ക് ചെയ്താൽ പോകത്തുള്ളൂ. അങ്ങനെ ഓക്കെ, നമ്മളതൊന്ന് സെറ്റ് ചെയ്യും. ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്ത് നേരെ വലിച്ചു കഴിഞ്ഞാൽ നമ്മളതൊന്ന് സെറ്റ് ചെയ്യും. ഇത് നമ്മളിപ്പോൾ നോക്കും 1 hour. അപ്പോൾ ഇത് കളറൊന്ന് ചേഞ്ച് ചെയ്യണം. ഈ സംഭവം കണ്ടില്ല, ഇത് ഞാൻ യൂസ് ചെയ്യാറില്ല. ഞാൻ ഓപ്പോസിറ്റ് ഏറ്റവും കുറച്ചിടും, ആ ഒരു ഔട്ടർ ലൈൻ സംഭവം. പിന്നെ ഞാൻ ഈ ഒരു സംഭവമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ എപ്പോഴും ഫുൾ FVG എൻട്രി മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ കൂടിയാണ് ഈ വരച്ച് വെക്കുന്നത്. ഫുൾ FVG എൻട്രി ആണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ കിട്ടുന്നത്. നമുക്ക് ഇപ്പോൾ ഇത് വരച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, FVG എൻട്രി നമുക്ക് കൂടുതൽ കിട്ടുന്നുണ്ട്, സ്റ്റോക്ക് മാർക്കറ്റിൽ കിട്ടുന്നുണ്ടെന്ന്. അപ്പോൾ ഈ ഒരു നോ ഗ്യാപ്പ് ക്യാൻഡിൽ എനേബിൾ ആക്കിയിട്ട് നിങ്ങളിങ്ങനെ പോയി നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ക്ലിയർ FVG എൻട്രികൾ നമുക്ക് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. കണ്ടില്ല, ഇതൊക്കെ ഫുൾ FVG എൻട്രികളാണ്, ക്ലിയർ ആയിട്ട് നമുക്ക്. ഓക്കെ, നമ്മളിപ്പോൾ ഈ ഒരു 1 hourലുള്ള എൻട്രികളാണ്. 1 hourലുള്ള ചാർട്ട് നമ്മൾ നോക്കി. നമ്മൾ അടുത്തത് 50 minute പോകാം. 50 minutes. പിന്നെ വേറെ സംഭവം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഈ പ്രീമിയം വേഴ്സസ് ഡിസ്കൗണ്ട് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടൂൾ യൂസ് ചെയ്തുകൊണ്ട് പ്രീമിയം വേഴ്സസ് ഡിസ്കൗണ്ട് നോക്കാൻ പറ്റും. ഫിബ് യൂസ് ചെയ്തിട്ട് പ്രീമിയം വേഴ്സസ് ഡിസ്കൗണ്ട് നോക്കുന്നുണ്ട്. അപ്പം ഫിബ് യൂസ് ചെയ്തിട്ട് നോക്കാം. ഫിബിൻ്റെ ഇതിപ്പോൾ ഫിബ് ഫസ്റ്റ് എടുക്കുന്നത് ഇങ്ങനെ വരുന്നത്. ഞാൻ ഫിബ് യൂസ് ചെയ്തിട്ടല്ല പ്രീമിയം വേഴ്സസ് ഡിസ്കൗണ്ട് നോക്കുന്നത്. ഇത് നമ്മൾ വീണ്ടും ആ ഒരു ഡെയിലിയിലേക്ക് വരിക. ഓക്കെ, ഡെയിലിയിലേക്ക് വരിക. വന്നു കഴിയുമ്പോൾ നമ്മൾ 4 hour ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്കിത് ഏതാണ് റേഞ്ച്. നമ്മളിപ്പോൾ ചാർട്ടിൽ കുറേ നേരം ഇരുന്ന് പണിത് നമ്മളിങ്ങനെ വരച്ച് ഫുള്ള് ഇത് കൺഫ്യൂഷൻ ആകും. അപ്പോൾ അങ്ങനെ കൺഫ്യൂഷൻ ആകാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ ആ ഒരു ലെവലൊന്ന് എഴുതി വെക്കുക. ഇപ്പോൾ ഇത് തന്നെ നമ്മളിവിടെ തന്നെ നമ്മൾ ഹയർ ടൈം ഫ്രെയിമും ലോവർ ടൈം ഫ്രെയിമും എല്ലാം നമ്മൾ നോക്കും. ഇതിപ്പോൾ നമ്മൾ OB നിങ്ങൾക്ക് കാണാൻ പറ്റും, ബാലൻസ് പ്ലസ് OB കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ നമ്മൾ ഇതുണ്ടല്ലോ, അതിൻ്റെ അടിയിൽ നമ്മൾ മാർക്ക് ചെയ്തു, മണ്ടലും മാർക്ക് ചെയ്തു. അങ്ങനെ നമ്മൾ ഫുള്ള് കൺഫ്യൂഷനായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും മൾട്ടിപ്പിൾ അക്കൗണ്ട് യൂസ് ചെയ്തിട്ടാണ് ചാർട്ട് അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തെ കാര്യം നമുക്ക് കുറച്ച് ചാർട്ട് ക്ലിയർ ആയിരിക്കും, നമ്മൾ ട്രേഡ് എടുക്കുന്നത് പക്ക കറക്റ്റ് ആയിരിക്കും. അതേപോലെ തന്നെ നമുക്ക് ഹയർ ടൈം ഫ്രെയിമിലും ലോ ടൈം ഫ്രെയിമിലും ഒരുപോലെ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. പിന്നെ വേറെന്താ സംഭവം, ലോ ടൈം ഫ്രെയിമിൽ നമ്മൾ വരച്ച് കഴിയുമ്പോഴുള്ള ആ ഒരു കൺഫ്യൂഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ലോ ടൈം ഫ്രെയിമിൽ വരച്ചിട്ട് ഹയർ ടൈം ഫ്രെയിമിൽ വന്ന് നോക്കി കഴിയുമ്പോൾ ഭയങ്കര കുഴഞ്ഞു കിടക്കും, ഫുള്ള് വരയും കൂടി ആയിരിക്കും. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട്
റിമൂവ് ഡ്രോയിങ് കൊടുക്കേണ്ടി വരും മിക്ക സമയങ്ങളിൽ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാൻ മൾട്ടിപ്പിൾ അക്കൗണ്ട് 3 അക്കൗണ്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് അതിനകത്ത് മാറി മാറി ചാർട്ട് അനലൈസ് ചെയ്ത് അങ്ങനെയാണ് ഞാൻ ട്രേഡ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. എപ്പോഴും നമ്മൾ ഹയർ ടൈം ഫ്രെയിം നോക്കുക, അതിനുശേഷം മാത്രം ലോ ടൈം ഫ്രെയിമിലേക്ക് വന്ന് ട്രേഡ് എടുക്കുക. അല്ലാതെ ഇടയ്ക്കെന്ന് വെച്ചിട്ട് ലോ ടൈം ഫ്രെയിമിൽ വന്ന് ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ എടുക്കാൻ റിസ്ക്കാണ്. പിന്നെ ഇതിൻ്റെ സെറ്റിങ്സ്, ഈ ഒരു ഫിബിൻ്റെ സെറ്റിങ്സ്, ഫിബ് ഞാൻ യൂസ് ചെയ്യുന്നത് വേറെ സംഭവത്തിനായിട്ടാണ്. അപ്പം ഫിബിൻ്റെ സ്ട്രാറ്റജി ഉണ്ട്. ഫിബിൻ്റെ സ്ട്രാറ്റജി ഞാൻ വേറെ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫിബിൻ്റെ സെറ്റിങ്സ് ഞാനിപ്പോൾ തൽക്കാലം ഞാൻ നോർമൽ സെറ്റിങ്സ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫിബിൻ്റെ നോർമൽ സെറ്റിങ്സ്. എസൻസിൽ യൂസ് ചെയ്യുന്നത് ഈ ഒരു ടൈപ്പിലുള്ള ഫിബാണ്. അപ്പം ഇതെന്ന് വെച്ചാൽ ഈ മണ്ടലുള്ള സാധനമൊന്നും യൂസ് ചെയ്യാറില്ല. ഞാനതിൻ്റെ ഒന്ന് കാണിച്ചു തരാം. സെറ്റിങ്സ് എടുക്കുന്നു. സെറ്റിങ്സിനകത്ത് നമ്മൾക്ക് ഇതിങ്ങനെ ഇതാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്യുന്ന സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് നിങ്ങൾ ഇതേപോലെ സെറ്റ് ചെയ്യുക. സംഭവം ഉണ്ടാകും നമുക്ക് വേണ്ട. അപ്പോൾ വേണ്ടാത്ത സാധനത്ത് റിമൂവ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ നോക്കി. അപ്പോൾ ഇങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു അനക്കം കാണുന്നില്ല. അപ്പോൾ അതങ്ങ് കളഞ്ഞു. കാരണം അതിൻ്റെ മണ്ടലുള്ള ലൈനുകളാണ് ഇത് സെറ്റ് ചെയ്തത്. ഇപ്പോൾ ഇത്രേ ഉള്ളൂ. പിന്നെ വേറെ സംഭവം ട്രെൻഡ് ലൈൻ ഇതൊന്നും വേണ്ട, നമുക്ക് കളഞ്ഞേക്ക്. കാരണം അത്രയ്ക്ക് നമുക്ക് ക്ലിയർ ആയിരിക്കും. പെട്ടെന്ന് നമുക്ക് വെച്ചിട്ട് എടുക്കുകയാണ് സംഭവം. അപ്പോൾ അതിന് വേണ്ടി നമുക്കിങ്ങനെ കുറേ വരയും കുറേയൊക്കെ ഇനി ഇടയിൽ കിടന്ന് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാകത്തില്ല. റിമൂവ് ചെയ്തു. പിന്നെ ഓക്കെ, ഇതും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യാറില്ല. പിന്നെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞ പോലെ ടെംപ്ലേറ്റ് ഇവിടെ പ്ലസ് കൊടുക്കുക, ടെംപ്ലേറ്റ് സേവ് ചെയ്യുക. അങ്ങനെ നമ്മൾ ആ ടെംപ്ലേറ്റ് സേവ് ചെയ്ത് ഓക്കെ കൊടുക്കും. നമ്മൾ ഫിബ് എടുക്കുക, നോക്കുക. നമുക്ക് പ്രീമിയം വേഴ്സസ് ഡിസ്കൗണ്ട് നോക്കാം. ഈ ഒരു ഗോൾഡൻ ലൈനിൽ, ഈ ഒരു യെല്ലോ ലൈനിന് മുകളിലാണെങ്കിൽ പ്രീമിയം, യെല്ലോ ലൈനിന് താഴെയാണെങ്കിൽ ഡിസ്കൗണ്ട്. ഓക്കെ, അങ്ങനെയാണ് നമ്മളിത് നോക്കുന്നത്. പ്രീമിയത്തിലുള്ളപ്പോൾ നമ്മൾ മാർക്കറ്റ് പ്രീമിയത്തിൽ വരുമ്പോൾ നമ്മൾ സെല്ല് ചെയ്യുക, ഡിസ്കൗണ്ട് വരുമ്പോൾ ബൈ ചെയ്യുക എന്നുള്ള രീതിയിലാണ് നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത്. ഇതിപ്പം ഓക്കെ, ഇപ്പോൾ മാർക്കറ്റ് ഉള്ളത് ആ ഒരു കറക്റ്റ് ആ ഒരു നടുക്കത്തെ ലൈനിലാണ്. ഇവിടുന്ന് നമുക്ക് ഒന്നല്ലെങ്കിൽ പ്രീമിയത്തിൽ തന്നെ മാർക്കറ്റ് വരണം, അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം പ്രീമിയത്തിൽ വന്നു കഴിയുമ്പോൾ സെല്ല് അടിക്കുക. ഡിസ്കൗണ്ടിൽ നിങ്ങൾ മാർക്ക് ചെയ്തിരിക്കുന്ന റേഞ്ചിൽ വന്നു കഴിയുമ്പോൾ സെല്ല് അടിക്കുക. പിന്നെ വേറെ സംഭവം, ഇത് ഫുള്ള് നിങ്ങൾക്ക് ഒരു കുറച്ച് ഭാഗത്തെ ഡ്രോയിങ്സ് മാത്രം കളയണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ ക്ലിക്ക് ചെയ്തിട്ട് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് മൗസിലെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരും. ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ കൺട്രോളിൽ നിന്ന് കൈ എടുക്കുക. അതിനുശേഷം ഡിലീറ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അത്രയും ഭാഗത്ത് നമ്മൾ പോയി കിട്ടും. പിന്നെ ഈ ഒരു ക്യാൻഡിൽ ഞാൻ മാക്സിമം ഞാൻ യൂസ് ചെയ്യുന്നത് ഒന്ന് ക്യാൻഡിൽ സ്റ്റിക്കാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ഹൈക്കിൻ ആഷ്, ഈ ക്യാൻഡിൽ നല്ല ക്യാൻഡിലാണ്. അപ്പോൾ പിന്നെ ലൈൻ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് കുറച്ച് മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ പെട്ടെന്ന് പിടികിട്ടും. ഇതാണ് ലൈൻ ചാർട്ട്. കുറച്ചും കൂടി നമുക്ക് പാറ്റേൺ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ലൈൻ ചാർട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ വേറെന്താ, പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്രയാണ് ബേസിക് സെറ്റിങ്സ് എനിക്ക് പറഞ്ഞു തരാനുണ്ടായിരുന്നത്. ഇതിപ്പോൾ സെപ്പറേറ്റ് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ കാര്യം, വേറെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ വീഡിയോയുടെ ലെങ്ത്ത് ഭയങ്കരമായിട്ട് കൂടിപ്പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോയിനായിട്ട് ക്രിയേറ്റ് ചെയ്താണ്, പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട്. അപ്പോൾ അതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ എന്തിനെ പറ്റി ഇടണ്ടെന്ന് കമൻറ്റ് ഇടുവാണെങ്കിൽ ഞാൻ അങ്ങനെ വീഡിയോ ഇടാം. അപ്പം പിന്നെ ഞാൻ എടുക്കുന്ന ട്രേഡ് ഞാനിപ്പം 2 ദിവസത്തേന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഫുള്ളായിട്ട് ഒഴിവാക്കിയിട്ടില്ല, ടൈം കിട്ടുവാണെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനെ 2 വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പം പാടായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഒന്നേ നോക്കട്ടെ. നോക്കിയിട്ട് ഞാൻ പറ്റുമെങ്കിൽ ട്രേഡ് എക്സ്പ്ലെയിൻ ചെയ്ത് സെപ്പറേറ്റ് വീഡിയോ ഇടാം. അതല്ലാന്നുണ്ടെങ്കിൽ ആസോസിയുടെ ടേംസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് വീഡിയോ ഇടാം. എന്തായാലും നമ്മൾ ഒരു സീരീസ് ആയിട്ടാണ് വീഡിയോ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ പോകെ അടുത്തടുത്ത വീഡിയോസിലായിട്ട് നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഈ ഒരു വീഡിയോയ്ക്ക് ടാർഗറ്റ് ചെയ്യുന്ന ലൈക്ക് 5 ലൈക്കാണ്. അപ്പം 5 ലൈക്ക് റീച്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ന് അത്രേ ഉള്ളൂ. ഇന്ന് നമ്മൾ അടുത്ത ദിവസം നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.